മാറി മീൻസ് ലൈക്ക് മറ്റുള്ള ഭാഷകളിൽ പോയി നമ്മളിപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷം ഇടയ്ക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, പുതിയ ആൾക്കാർ വരുന്നു, അപ്പോൾ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? പുതിയ പുതുമുഖങ്ങളായിട്ടുള്ള ആക്ടേഴ്സ് വരുന്നവരുമായിട്ടൊക്കെ കാണുമ്പോഴും അതിന്റെ ഫ്രഷ്നെസ് തീർച്ചയായിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അതെ, പലപ്പോഴും വരുമ്പോൾ എല്ലാം പുതിയ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ പുതിയ ആൾക്കാരായിരിക്കും. പക്ഷെ ഭയങ്കര രസമല്ലേ, ബിക്കോസ് ഐ ഹാവ് ഓൾവേസ് ഗോട്ട് അലോങ്. അപ്പൊ അത് പുതിയ ആൾക്കാരാകുമ്പോഴും നമ്മൾ വി ഷെയർ, അവരവരുടെ എക്സ്പീരിയൻസ് പറയും, ഞാൻ എന്റെ സീനിയേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറയും. അത് ഭയങ്കര രസമാണ്. ഇപ്പൊ ഇപ്പം വളരെ സീനിയറായ പ്രഗത്ഭരായ സംവിധായകരുടെ കൂടെ ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. സോ അത്തരം എക്സ്പീരിയൻസസ് ഒക്കെ നമ്മൾ ഇവരോട് ഷെയർ ചെയ്യും. അത് അവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്കും ഐ ഫീൽ വെരി പ്രിവിലേജ്ഡ് ആൻഡ് ഓണേർഡ് ആ സമയത്ത്. അതായത് ഇത്രയും മഹാന്മാരുടെ കൂടെ വർക്ക് ചെയ്തു എന്നുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ്, ഇവൻ അത് വെരി യങ്. സോ അതൊക്കെ നമ്മൾ മ്യൂച്വലി ഷെയർ ചെയ്യും. പിന്നെ ആസ് യു സെഡ്, ആ ഫ്രഷ്നെസ് ഇസ് ഓൾവേസ് ദെയർ. എനിക്ക് തോന്നുന്നു ആദ്യമേ തന്നെ വന്ന് നക്ഷത്രങ്ങളിൽ വന്നു, ആ സമയത്ത് തന്നെ ഏകദേശം തുടക്കത്തിൽ തന്നെ അരവിന്ദന്റെ കൂടെ ഒരിടത്ത് ആക്ട് ചെയ്യാനുള്ള ഭാഗ്യം. തേർഡ് ഫിലിം അല്ലേ? നക്ഷത്രങ്ങൾ കഴിഞ്ഞ ഉടനെ അരവിന്ദ് സാറിന്റെ പടം. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാല് ആ സമയത്ത് ഐ വാസ് ടു റോ. എനിക്ക് സിനിമയുടെ ബേസിക്സ് കുറച്ച് അറിയാവുന്ന, ഇപ്പൊ 2 പടം ചെയ്തുകൊണ്ട് ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ബേസിക്സ് അറിയാന്നല്ലാതെ അങ്ങനെ ഒരു ഇരുത്തം വന്നൊരു നടനും അങ്ങനെയൊന്നും ആയിരുന്നില്ല. മാത്രമല്ല അത് ഇങ്ങനെ പഠിച്ചു വരുന്ന സമയം ഇപ്പോഴും അതെ, ഏതൊരു പുതിയ സിനിമ ചെയ്യുമ്പോഴും ഒരു പുതിയ അനുഭവം, പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്. അപ്പൊ അന്ന് വളരെ റോ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു മഹാപ്രതിഭയാണ്. ഐ മീൻ ഇറ്റ്സ് ഇന്റർനാഷണൽ മേക്കർ, അതൊക്കെ അറിയാം. ഷാജി സാർ ഉണ്ടായിരുന്നു, ഷാജി സാറായിരുന്നു ക്യാമറ, ഷാജി. സോ ഈ 2 മഹാപ്രതിഭകളുടെ കൂടെ ഒക്കെ ആ സമയത്ത് ഇറ്റ് വാസ് മോർ ഓഫ്, എനിക്കൊക്കെ ഒരു ഇറ്റ് വാസ് ഫൺ ടൈം മാതിരിയായിരുന്നു ആ പടം. ബിക്കോസ് അതൊരു ഉള്ളിലെ സ്ഥലത്ത്. അപ്പൊ നമ്മള് അവിടെ തന്നെ ലൊക്കേഷൻ നേരം ഒരു കടയിൽ നിന്ന് കഞ്ഞി കുടിക്കും. ഐ മീൻ ജസ്റ്റ് ടൈം പാസ്, ഇടയ്ക്കൊരു ചേഞ്ചിന്. പക്ഷെ ആ സീരിയസ്നെസ് ഓഫ് സിനിമ അന്ന് അവരുടെ ഒരു മേക്കിംഗ് സ്റ്റൈലോ അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഷോർട്സ് ഡിവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് അവരുടെ, അതിനെ കുറിച്ചൊന്നും അന്ന് ഇന്നിപ്പോ ആ പടം കാണുമ്പോൾ ഐ റിയലൈസ് വാട്ട് എവർ ലിറ്റിൽ ഐ നോ അബൌട്ട് സിനിമ. സിമ്പിൾ ആയിട്ടുള്ള അപ്രോച്ച് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആ ഷൂട്ടിംഗ് സമയത്ത് അതിന്റെ വാല്യൂ റിയലൈസ് ചെയ്യാനുള്ള ഒരു പക്വതയോ പ്രായമോ ആ സമയത്തില്ല. പക്ഷെ അത് ലേറ്റർ ഓൺ ഐ ഫീൽ വെരി ഓണേർഡ് അത്തരം മഹാകലാകാരന്മാരോട് വർക്ക് ചെയ്യാൻ സാധിക്കും. കുട്ടിക്കാലത്തെ ഓണത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെ? ഓണം ഞാൻ ഹോസ്റ്റലിലായിരുന്നു കുറെ കാലം. അങ്ങനെ ഒരു സെലിബ്രേഷൻ ഒന്നുമില്ല. അത് പിന്നെ തലശ്ശേരിയിൽ പഠിക്കാൻ തലശ്ശേരിയിൽ വന്നതിന് ശേഷം ഓഫ്കോഴ്സ് ചെറുതായിട്ട് ഓണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ വന്നതിന് ശേഷം അങ്ങനെയുള്ള ആർട്ടിസ്റ്റുമായിട്ടുള്ള ഓണം സെലിബ്രേഷൻ. സെറ്റിലെ ഓണം അങ്ങനെ മോസ്റ്റ്ലി വർക്ക് ആക്ച്വലി. ഷൂട്ടിംഗ് നടക്കുമ്പോ അങ്ങനെ ഇന്ന് ഓണം എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് അറിയില്ല. അതിന്റെ കൂടെ മേ ബി ഒരു സദ്യ ഉണ്ടാവും, എല്ലാരും കൂടെ എൻജോയ്, അത്രേ ഉള്ളൂ. ഈ തവണത്തെ ഓണം സെറ്റിലായിരിക്കും, മോസ്റ്റ്ലി വീട്ടിലായിരിക്കും.